സോ കാർഡിയോ ഒക്കെ റിലേറ്റ് ചെയ്തിട്ട് സാധാരണ ക്വസ്റ്റ്യൻസ് ഒത്തിരി ചോദിക്കാറുണ്ട് കേട്ടോ. ബേസിക്കലി പ്രോപ്പർ ആയിട്ടുള്ള അസസ്മെന്റിനെ ബേസ് ചെയ്തിട്ടാണ്. ആന്റി കൊയാഗുലന്റ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ ഏതാണ്? പക്ഷെ അതിന് കംപ്ലീറ്റ് ആയിട്ട് റെസെക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ട്യൂമറാണ് വിംസ് ട്യൂമർ. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു എഡ്യൂസ് ഇന്റർനാഷണൽ അക്കാഡമി. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ നഴ്സിംഗിൽ പ്രോമെട്രിക് എക്സാമിന് കേട്ടോ, GCC കൺട്രീസിലേക്കുള്ള പ്രോമെട്രിക് എക്സാംസിന് സാധാരണ ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ കാർഡിയോയിൽ നിന്നുള്ളതാണ്. സോ കാർഡിയോ ഒക്കെ റിലേറ്റ് ചെയ്തിട്ട് സാധാരണ ക്വസ്റ്റ്യൻസ് ഒത്തിരി ചോദിക്കാറുണ്ട് കേട്ടോ. നഴ്സ് ഈസ് പ്രിപ്പയറിംഗ് ഫോർ എ പേഷ്യന്റ് വിത്ത് അൺസ്റ്റേബിൾ അൻജൈന ഹുസ് കാർഡിയാക് മോണിറ്റർ ഷോസ് വെൻട്രിക്കുലർ ടക്കിക്കാർഡിയ. അല്ലെ, ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് പേഷ്യന്റിന് എന്താണ്? വെൻട്രിക്കുലർ ടക്കിക്കാർഡിയ ആണ്. സോ വിച്ച് ആക്ഷൻ ഈസ് അപ്രോപ്രിയേറ്റ് ടു ഇംപ്ലിമെന്റ് ഫസ്റ്റ് കേട്ടോ. ഫസ്റ്റ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് എന്ത് ആക്ഷൻ ആണ്? സോ ഇതെന്താണ്? ഇതൊരു പ്രയോറിറ്റി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ഈ GCC എക്സാംസിനൊക്കെ യൂഷ്വലി ഈ പ്രയോറിറ്റി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. എന്ന് വെച്ചാൽ ഇവിടെ വരുന്ന എല്ലാ ഓപ്ഷൻസും കറക്റ്റ് ആയിരിക്കും, പക്ഷെ അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഏറ്റവും ആദ്യം നമ്മൾ എന്താണോ ചെയ്യേണ്ടത് കേട്ടോ, അതാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ ഈസ് ഡി, ഫിബ്രിലേറ്റ് ദ പേഷ്യന്റ് അറ്റ് 200 joules. ഓപ്ഷൻ ബി, ചെക്ക് ദ പേഷ്യന്റ് ഫോർ എ പൾസ്. ഓപ്ഷൻ സി, cardiovert the patient at 50 joules. ഓപ്ഷൻ ഡി, ചെക്ക് ദ പേഷ്യൻസ് ഓക്സിജൻ സാച്ചുറേഷൻ. ഓക്കെ, ഇവിടെ പറഞ്ഞേക്കുന്നത് പേഷ്യന്റ് VT ആണ്, വെൻട്രിക്കുലർ ടക്കിക്കാർഡിയ ആണ്. സോ ഇവിടുത്തെ ആദ്യത്തെ പ്രയോറിറ്റി ഇന്റർവെൻഷൻ എന്താണ് എന്നുള്ളതാണ്. സോ നമ്മളിവിടെ ഓർക്കേണ്ട ഒരു കാര്യം എന്താ? വെൻട്രിക്കുലർ ടക്കിക്കാർഡിയുള്ള പേഷ്യന്റ് അസസ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെ. കാരണം നമ്മുടെ മാനേജ്മെന്റ് അല്ലെങ്കിൽ നമ്മൾ എന്ത് ഇന്റർവെൻഷൻ അവിടെ ചെയ്യുന്നു എന്നുള്ളത് ബേസിക്കലി പ്രോപ്പർ ആയിട്ടുള്ള അസസ്മെന്റിനെ ബേസ് ചെയ്തിട്ടാണ്. എന്തെങ്കിലും മനസ്സിലായോ? അതായത് VT നമ്മുടെ അതിന്റെ മാനേജ്മെന്റ് പറയുമ്പോഴത്തേക്ക് രണ്ട് രീതിയിലാണ് പറയുക അല്ലെ. ഒന്നുകിൽ പേഷ്യന്റ് പൾസ്ലെസ് VT, അല്ലെങ്കിൽ പേഷ്യന്റ് ഹീസ് ഹാവിംഗ് VT വിത്ത് പൾസ്. പേഷ്യന്റ് പൾസ് ഉണ്ടോ, പേഷ്യന്റ് പൾസ് ഇല്ലേ. സോ പൾസ് ഇല്ല എങ്കിൽ നമ്മൾ നേരെ ഡീഫിബ്രിലേഷനിലേക്ക് പോകും അല്ലെ. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രയോറിറ്റി ആയിട്ട് വരിക എന്താണ്? ചെക്ക് ദ പേഷ്യന്റ് ഫോർ എ പൾസ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. യൂഷ്വലി നമ്മൾ ആദ്യം ചിന്തിക്കും ഡീഫിബ്രിലേഷൻ അല്ലേ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ അസസ്മെന്റ് ഫൈൻഡിങ് അനുസരിച്ചിട്ടാണ് നമ്മുടെ ഇന്റർവെൻഷൻസ് ഡിറ്റർമിൻ ചെയ്യപ്പെടുക. അതുകൊണ്ട് തന്നെ ഇവിടെ ഓപ്ഷൻ ബി ആണ് കേട്ടോ, ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. നോക്കിയേ, ദ നഴ്സ് ഈസ് കെയറിംഗ് ഫോർ എ പേഷ്യന്റ് വിത്ത് എട്രിയൽ ഫിബ്രിലേഷൻ കേട്ടോ. പേഷ്യന്റിന് എന്താണ്? എട്രിയൽ ഫിബ്രിലേഷൻ ഉള്ള പേഷ്യന്റിന് നഴ്സ് കെയർ ചെയ്യാണ്. ഇൻ അഡീഷൻ ടു ആൻ ആന്റി ഡിസ്റിത്മിക് അല്ലെങ്കിൽ ആന്റി അറിത്മിക്, വാട്ട് മെഡിക്കേഷൻ ഡസ് ദ നഴ്സ് പ്ലാൻ ടു അഡ്മിനിസ്റ്റർ അല്ലെ. നോക്കിയേ, ഇവിടെ പേഷ്യന്റിന് എട്രിയൽ ഫിബ്രിലേഷൻ ആണ്. എന്ന് വെച്ചാൽ എട്രിയുടെ റേറ്റ് കൂടുതലാണ്, പക്ഷെ അതിന്റെ കൺട്രാക്ഷൻ പ്രോപ്പർ ആയിട്ട് നടക്കുന്നില്ല. ഒരു സ്വെല്ലിംഗ്, ജസ്റ്റ് ഒരു ഷിവറിംഗ് പോലെയാണ് എട്രിയ ബിഹേവ് ചെയ്യുക. സോ അവിടെ നമ്മൾ യൂഷ്വലി ഒരു ആന്റി അരത്മിക് ഡ്രഗ് അല്ലെ, യൂഷ്വലി നമ്മളവിടെ ഒരു ആന്റി അരത്മിക് ഡ്രഗ് നമ്മൾ സാധാരണ കൊടുക്കാറുണ്ട്. സോ അതിനോടൊപ്പം നമ്മൾ എന്താണ് കൊടുക്കേണ്ടത്? ഓപ്ഷൻ എ ഹെപ്പാരിൻ, ബി എട്രോപ്പിൻ, C is dobutamine, D is magnesium sulfate. എന്താണ് നമ്മൾ സാധാരണ കൊടുക്കുക? നമുക്കറിയാം എട്രിയൽ ഫിബ്രിലേഷൻ വരുമ്പോഴത്തേക്ക് പേഷ്യൻസിന്റെ എട്രിയൽ കൺട്രാക്ഷൻ പ്രോപ്പർ ആയിട്ട് നടക്കില്ല. അവിടെ ജസ്റ്റ് ഒരു ഷിവറിംഗ് മാത്രമേ നടക്കുള്ളൂ. സോ അതുകൊണ്ട് എന്താണ് ബ്ലഡ്, എട്രിയയിൽ വരുന്ന ബ്ലഡ് പ്രോപ്പർ ആയിട്ട് വെൻട്രിക്കിൾസിലേക്ക് പോകുന്നില്ല. അപ്പൊ എന്താണ്? ബ്ലഡ് എവിടെ സ്റ്റാഗ്നേറ്റ് ചെയ്ത് കിടന്നിട്ടുണ്ടെങ്കിലും എന്താ സംഭവിക്കുക? ബ്ലഡ് ക്ലോട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, ബ്ലഡ് കൊയാഗുലേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ അല്ലെ, സോ അങ്ങനെ കൊയാഗുലേറ്റ് ചെയ്യാൻ സാധ്യത ഉണ്ട് എങ്കിൽ നമ്മൾ യൂഷ്വലി ആന്റി ഹെപ്പറിൻ ആണ് കൊടുക്കേണ്ടത് അല്ലെ. സോ ആന്റി ഹെപ്പറിൻ ആയിട്ട് എന്താണ്? ആന്റി കൊയാഗുലന്റ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ ഏതാണ് ഡ്രഗ് ആയിട്ട് വരിക? ആന്റി കൊയാഗുലന്റ് തന്നിരിക്കുന്നതിൽ ഹെപ്പറിൻ അല്ലെ, ഹെപ്പറിൻ ആണ് ഇവിടെ നമ്മൾ കൊടുക്കുക. കാരണം അവിടെ കൊയാഗുലേഷൻ, ബ്ലഡ് കൊയാഗുലേറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്, അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയാണ്. കൂടാതെ ഹെപ്പറിന്റെ ആന്റിഡോട്ട് എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ് എന്താണ്? പ്രോട്ടാമിൻ സൾഫേറ്റ്. എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ് പ്രോട്ടാമിൻ സൾഫേറ്റ് ആണ് ഹെപ്പറിന്റെ ആന്റിഡോട്ട് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ വാർഫാറിന്റെ ആന്റിഡോട്ട് എന്താണ്? വാർഫാറിന്റെ ആന്റിഡോട്ട് വൈറ്റമിൻ K ആണ്. ഇത് രണ്ടും എപ്പോഴും മാറി മാറി ചോദിക്കുന്നതാണ്, ഉറപ്പാട്ടോ. അതുകൊണ്ട് നന്നായിട്ട് പഠിച്ചുകൊള്ളുക. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് നമുക്ക് പോയാലോ. നോക്കിയേ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് എ ചൈൽഡ് ഈസ് അഡ്മിറ്റഡ് ടു ദ ഹോസ്പിറ്റൽ വിത്ത് എ ഡയഗ്നോസിസ് ഓഫ് വിംസ് ട്യൂമർ സ്റ്റേജ് 2 അല്ലെ. ഇവിടെ നോക്കിയേ, വിംസ് ട്യൂമർ സ്റ്റേജ് 2 കുഞ്ഞ് അഡ്മിറ്റ് ആയിരിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് മോസ്റ്റ് ആക്യുറേറ്റ്ലി ഡിസ്ക്രൈബ്സ് ദിസ് സ്റ്റേജ് കേട്ടോ. ഈ ഒരു സ്റ്റേജിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഓപ്ഷൻ എ, ദ ട്യൂമർ ഇസ് ലെസ് ദാൻ 3 cm in size and requires no chemotherapy. Option B, tumor did not extend beyond the kidney and was completely resected. Option C, the tumor extended beyond the kidney but was completely resected. Option D, the tumor has spread into the abdominal cavity and cannot be resected. എന്താണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? അതായത് വിംസ് ട്യൂമർ ആണ്, അതിന്റെ വേറൊരു പേരുണ്ടല്ലോ, എന്താ? നെഫ്രോബ്ലാസ്റ്റോമ അല്ലെ, നെഫ്രോബ്ലാസ്റ്റോമ. പിന്നെ അവിടെ എപ്പോഴും
ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. സപ്പോസ് പേഷ്യന്റ് നെഫ്രോബ്ലാസ്റ്റോമ ആണ്, വിംസ് ട്യൂമർ ആണെങ്കിൽ നമ്മൾ യൂഷ്വലി അബ്ഡമിൻ പാൽപേറ്റ് ചെയ്യാറില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഈ നെഫ്രോബ്ലാസ്റ്റോമ അല്ലെങ്കിൽ വിംസ് ട്യൂമർ സ്റ്റേജ് 2 ആണ്. സോ അത് എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ എന്താണ് യെസ്, ഓപ്ഷൻ സി ആണ് കേട്ടോ. അതായത് ട്യൂമർ എക്സ്റ്റെൻഡ് ബിയോണ്ട് ദ കിഡ്നി ബട്ട് വാസ് കംപ്ലീറ്റ്ലി റിസെക്റ്റഡ്. അതായത് ഈ ട്യൂമർ ലൈക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം, കിഡ്നി കഴിഞ്ഞും എക്സ്റ്റെൻഡ് ചെയ്ത് പോകാം, പക്ഷെ അതിനെ കംപ്ലീറ്റ് ആയിട്ട് റിസെക്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ട്യൂമർ ആണ് വിംസ് ട്യൂമർ സ്റ്റേജ് 2 എന്ന് പറയുക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. 40-year-old male patient is complaining of chronic progressive and mental deterioration and is admitted to the unit. അല്ലേ, നോക്കിയേ, ഒരു 40-year-old male എന്താണ് കംപ്ലൈന്റ് ആയിട്ട് വരിക? ഒരു ക്രോണിക് പ്രോഗ്രസീവ് ആയിട്ടുള്ള മെന്റൽ ഡിറ്റീരിയറേഷൻ ആണ് പേഷ്യന്റ് അഡ്മിറ്റ് ആയിരിക്കുകയാണ്. നേഴ്സ് റെക്കഗ്നൈസ് ദാറ്റ് ദീസ് characteristics indicate a disease that result in degeneration of the basal ganglia and cerebral cortex. അല്ലേ, ബേസൽ ഗാംഗ്ലിയയുടെയും സെറിബ്രൽ കോർട്ടക്സിന്റെയും ഡീജനറേഷൻ അല്ലെങ്കിൽ ഡിസ്ട്രക്ഷൻ ആണ് ഈ പേഷ്യന്റ് സംഭവിച്ചിരിക്കുന്നത്. ഇതാണ് ബേസിക്കലി നേഴ്സ് റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്നത്. സോ ഇത് ഏത് ഡിസീസ് ആണ് നോക്കിയാൽ, ഓപ്ഷൻ എ മയസ്തീനിയ ഗ്രേവിസ്, ബി ഇസ് ഹണ്ടിങ്ടൺ ഡിസീസ്, C is multiple sclerosis, option D is Guillain-Barré syndrome. എന്താ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? അതായത് നോക്കിയേ, ഡീജനറേഷൻ എന്ന് വെച്ചാൽ ഡിസ്ട്രക്ഷൻ ഓഫ് ദ ബേസൽ ഗാംഗ്ലിയയും സെറിബ്രൽ കോർട്ടക്സും എവിടെ സംഭവിക്കുക? അത് ബേസിക്കലി നമ്മുടെ ഹണ്ടിങ്ടൺ ഡിസീസ് അല്ല, ഓപ്ഷൻ ബി ഹണ്ടിങ്ടൺ ഡിസീസിലാണ് സംഭവിക്കുക. മയസ്തീനിയ ഗ്രേവിസ് എന്താണ്? നമ്മുടെ ന്യൂറോ മസ്കുലാർ ജംഗ്ഷനിൽ അസറ്റൈൽ കോളിന്റെ ഡിസ്റ്റർബൻസ് കൊണ്ടുവരുന്ന അസുഖമാണ് ഈ പറയുന്ന മയസ്തീനിയ ഗ്രേവിസ് എന്ന് പറയുക. മൾട്ടിപ്പിൾ സ്ക്ലറോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡീജനറേഷൻ ഓഫ് ദ നെർവസ് ടിഷ്യൂ ആണ് അല്ലേ, ബേസിക്കലി നമ്മുടെ സെൻട്രൽ നെർവസ് ടിഷ്യൂസിന്റെ ഡീജനറേഷൻ ആണ് നമ്മൾ മൾട്ടിപ്പിൾ സ്ക്ലറോസിസ് എന്ന് പറയുക. ഈ പറഞ്ഞ ഗില്ലൻ-ബാരി സിൻഡ്രോം ആണെങ്കിലോ, ഗില്ലൻ-ബാരി സിൻഡ്രോം എന്ന് പറഞ്ഞാൽ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിന്റെ ഡീജനറേഷൻ അല്ലെങ്കിൽ ഡിസ്ട്രക്ഷൻ ആണ് നമ്മൾ ഗില്ലൻ-ബാരി സിൻഡ്രോം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുക. സോ അതുകൊണ്ട് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ബി ഹണ്ടിങ്ടൺ ഡിസീസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോയാലോ. നഴ്സ് ഈസ് പ്രിപ്പയറിംഗ് ടു അഡ്മിനിസ്റ്റർ ആൻ ഇൻട്രാവീനസ് ഇൻഫ്യൂഷൻ ഓഫ് 2000 ml കേട്ടോ, 2000 ml ഓഫ് RL ഓവർ 12 hours അല്ലെ, 12 മണിക്കൂർ കൊണ്ട് 2000 ml RL നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യണം. ദ അഡ്മിനിസ്ട്രേഷൻ സെറ്റ് ഹാസ് എ ചേംബർ ദാറ്റ് ഡെലിവേഴ്സ് 15 drops per minute ml അല്ലെ. അതായത് നോക്കിയേ, ഇത് ഡ്രോപ്പ് ഫാക്ടർ ആണ്. അതായത് 1 ml 15 ഡ്രോപ്സ് ആണ് ഈ ഒരു IV സെറ്റിന്റെ കേട്ടോ, IV സെറ്റിന്റെ ഡ്രോപ്പ് ഫാക്ടർ ആയിട്ട് വരിക. ഹൗ മെനി ഡ്രോപ്സ് പെർ മിനിറ്റ് ഷുഡ് ബി അഡ്മിനിസ്റ്റർഡ്? ഇവിടെ ഒരു മിനിറ്റിൽ എത്ര ഡ്രോപ്സ് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യണം നോക്കിയേ. അപ്പൊ ഇവിടെ കൃത്യമായിട്ടൊരു ഫോമുല ഉണ്ട് അല്ലെ, ഓളിയം ടു ബി ഇൻഫ്യൂസ്ഡ് ആണ് ഫോമുല അല്ലെ. നോക്കിയാൽ ഓളിയം ടു ബി ഇൻഫ്യൂസ്ഡ് എത്രയാണ്? 2000 ml ആണ്. ഇൻറ്റു ഡ്രോപ്പ് ഫാക്ടർ അല്ലെ, ഡ്രോപ്പ് ഫാക്ടർ ഇവിടെ പറയുന്നുണ്ട് എത്രയാണ്? 15 ആണ്. ഡിവൈഡഡ് ബൈ നോക്കിയാൽ നമ്പർ ഓഫ് അവേഴ്സ്, എത്ര മണിക്കൂർ കൊണ്ടാണ്? 12 hours ആണ്. ഇൻറ്റു 60 അതായത് 60 മിനിറ്റ് ആണ് അല്ലെ. സോ നമ്മൾ ഇത് സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എത്ര ആയിരിക്കും ആൻസർ കിട്ടുക? ഒന്ന് സോൾവ് ചെയ്ത് നോക്കണേ. 41.67 ആണ് ആൻസർ ആയിട്ട് വരിക. സോ ഇവിടെ അത് റൗണ്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് എത്രയാണ്? 42 അല്ലെ. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഇതുപോലെയുള്ള കാൽക്കുലേഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സ്റ്റുഡന്റ് ഫീഡ്ബാക്ക് തന്നപ്പോൾ പറഞ്ഞാണ് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്, പക്ഷേ തെറ്റിക്കാൻ സാധ്യതയുള്ളതാണ്. സോ അതുകൊണ്ട് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് പോവുക. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു കുട്ടി പറഞ്ഞതാണ്, ഞാൻ ക്ലാസ്സിലൊക്കെ പറയാറുണ്ട് നമ്മളെ പറ്റിക്കാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുമെന്നുള്ളത്. സോ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ട് എക്സാമിന് ചോദിച്ചിരുന്നു കേട്ടോ. അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക, മിസ്റ്റേക്ക് വരാൻ സാധ്യത ഉള്ളതാണ്. ഇവിടെ ഓപ്ഷൻ സി ആണ് നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യേണ്ടിയിരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള GCSE പ്രൊമട്രിക് എക്സാംസിന്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുക. സോ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ കേട്ടോ, നിങ്ങളുടെ എന്താണോ നിങ്ങളുടെ ഡ്രീം, എന്താണോ നിങ്ങൾ എയിം ചെയ്തിരിക്കുന്നത് അതിലേക്ക് എത്തിച്ചേരുന്നത് വരെ നിങ്ങൾ പ്രയത്നിക്കുക. സോ ദാറ്റ് നിങ്ങൾക്ക് അൾട്ടിമേറ്റ്ലി വിജയം നിങ്ങളുടെ തന്നെയാകും കേട്ടോ. സോ ഞാൻ ഈ സെഷനോട് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.